ഹായ് ഫ്രണ്ട്സ്, സ്പീഡ് മാത്സിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാം 9 എന്ന സംഖ്യയുടെ മാജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, 48 ഇൻറ്റു 99 2 സെക്കൻഡ്സ് കൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ 2 ഡിജിറ്റ്, ഇവിടെ 2 ഡിജിറ്റ്. അപ്പോൾ 47 എഴുതുക, ദെൻ 5 2. ഓക്കെ, ദെൻ ഇവിടെ 3 ഡിജിറ്റ്, ഇവിടെയും 3 ഡിജിറ്റ്. അപ്പോൾ 3 7 8 6 2 1. ഓക്കെ, ദെൻ ഇവിടെ 2 ഡിജിറ്റ്, ഇവിടെ 3 ഡിജിറ്റ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. 6 2 9 3 7. ഓക്കെ, ദെൻ ഇവിടെ 4 ഡിജിറ്റ്, ഇവിടെ 5 ഡിജിറ്റ്. അപ്പോൾ 4 8 6 4 9 5 1 3 5. ഓക്കെ, ഇതുപോലെ ഈസിയായി പെട്ടെന്ന് എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്ക് നോക്കാം. ഓരോ രീതിയും പറയുന്നുണ്ട്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കോമ്പറ്റേറ്റീവ് എക്സാംസ് നോക്കുന്നവർ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ അത് റോങ് മെത്തേഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മാത്സിലോട്ട് പോവാം. ദെൻ 4 ഇൻറ്റു 9 ബേസിൽ നിന്ന് ആരംഭിക്കാം. ദെൻ 4ൽ നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതുക, 3. ദെൻ 3 ഇനി എത്രയും കൂടി ആഡ് ചെയ്താൽ 9 ആകും എന്ന് നോക്കാം. ദെൻ ആൻസർ 6. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 9 36. ദെൻ നെക്സ്റ്റ് 6ൽ നിന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതുക, 5. ദെൻ 5ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 9 കിട്ടുക എന്ന് നോക്കുക. ദെൻ 4. ആൻസർ 9 ഇൻറ്റു 6 54. ഓക്കെ, ദെൻ 2 ഡിജിറ്റ് നോക്കാം. 83. ദെൻ 99. ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ 99 2 ഡിജിറ്റ്, ഇവിടെയും 2 ഡിജിറ്റ് ആണെങ്കിൽ ദെൻ 82. അതായത് 1 സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതുക. ദെൻ ഇവിടെ നോക്കുക എത്രയാണ് ഇനി 9ലോട്ട് എത്തുന്നത്. ദെൻ 1 2 2ൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ 9 കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7. ഓക്കെ, സിമ്പിളാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 48 ഇൻറ്റു 99. അപ്പോൾ 48ന് 47 എഴുതുക. ദെൻ 4ൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ 9 കിട്ടുമെന്ന് നോക്കുക. ദെൻ അവിടെ ഈ ഒരു സ്ഥലത്ത് എഴുതുക 5. ദെൻ 7ൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ 9 കിട്ടുമെന്ന് എഴുതുക. ദെൻ 2. ആൻസർ 4 7 5 2. ഓക്കെ, ഇനി 7 8 6 ഇവിടെയും 3 ഡിജിറ്റ്, ഇവിടെയും 3 ഡിജിറ്റ്. അപ്പോൾ ഓക്കെ, 7 8 5. ദെൻ 7ൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ ഈ 9 കിട്ടും നോക്കുക. ദെൻ 2. ദെൻ 8ൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ 1. 5 നിന്ന് എത്ര ആഡ് ചെയ്താൽ 9 കിട്ടും നോക്കുക. 4. ആൻസർ. ഓക്കെ, ദെൻ ഇവിടെയും 3 ഡിജിറ്റ്, ഇവിടെയും 3 ഡിജിറ്റ്. അപ്പോൾ 3 7 8. ദെൻ 3ൽ നിന്ന് 6, 7ൽ നിന്ന് 2, 8ൽ നിന്ന് 1. ഓക്കെ, ദെൻ ഇവിടെ 4 ഡിജിറ്റ്, ഇവിടെയും 4 ഡിജിറ്റ്. ദെൻ അപ്പോൾ 8 4 3 5. ഓക്കെ, ദെൻ 8ൽ നിന്ന് 1, 4ൽ നിന്ന് 5, 6 3ൽ നിന്ന് 6, 5ൽ നിന്ന് 4. ഓക്കെ, സിമ്പിളാണ്, ജസ്റ്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദെൻ 4 ഡിജിറ്റ് 99. ഓക്കെ, ഇവിടെയും 4 ഡിജിറ്റ്. എങ്ങനെ നോക്കാം? 9 9 9 8. 1 സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതി. ദെൻ ഇവിടെ എത്രയാ? ഇവിടെ 0 എഴുതാം, ഇവിടെയാ 0 എഴുതാം, ഇവിടെയോ 0, ഇവിടെ 1. ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ 0 വന്നിട്ടുണ്ട്. 4 ഡിജിറ്റ് ആണ്, ഇവിടെയും 4 ഡിജിറ്റ്. ദെൻ 0. ദെൻ എങ്ങനെ എഴുതാം? ഈ 30 അതിന് നമുക്കിത് 29 ആയിട്ട് എഴുതാം. 6 5 1 സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതുമ്പോൾ 29. ദെൻ 6 ഇതിനോട് അടുത്ത് 9 വരുന്നത്. ദെൻ 3 5 നെക്സ്റ്റ് 4 2. Then 7.
ഓക്കെ, ദെൻ 9 ഇവിടെ 0. ദെൻ ഇനി നമുക്ക് ഇവിടെ 3 ഡിജിറ്റും ഇവിടെ 2 ഡിജിറ്റുമാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ 62 എഴുതാം. ദെൻ ഇവിടെ 3 ഡിജിറ്റ് ആക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള 9 കൊടുക്കാം. ദെൻ ഇനി വരുന്നത് 2 ഡിജിറ്റ് ആയിരിക്കും. ദെൻ 6 ഡിജിറ്റിൽ നിന്ന് 6ൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ 9 കിട്ടുമെന്ന് നോക്കിയാൽ 3 ആണ്. ദെൻ 2ൽ നിന്ന് എത്ര ആഡ് ചെയ്താൽ 9 കിട്ടുമെന്ന് നോക്കിയാൽ അത് 7 ആണ്. ഓക്കെ, ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ 3 ഡിജിറ്റ്, ഇവിടെ 4 ഡിജിറ്റ്. എങ്ങനെ? 5 3 7. ദെൻ ഇവിടെ 3 ഡിജിറ്റ്, അത് 4 ഡിജിറ്റ് ആക്കുന്നതിന് ഇവിടുത്തെ ഒരു 9 ഇവിടെ കൊടുക്കുക. ദെൻ ഇനി 3 ഡിജിറ്റ് എത്ര? 5 4 3 6 2 7 2. ഓക്കെ, ആൻസർ സിമ്പിൾ ആണ്. ജസ്റ്റ് നോക്കിയാൽ മതി. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്കിവിടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ 3 ഡിജിറ്റും ഇവിടെ 5 ഡിജിറ്റും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതാം. 8 3 6. ദെൻ ഇവിടെ 5 ഡിജിറ്റ് ആയതുകൊണ്ട് ഇവിടെ 3 ഡിജിറ്റ് അല്ലേ, അപ്പോൾ ഇവിടുത്തെ 9 9 9. ഇനി ഈ 3 ഡിജിറ്റുകളുടെ വിലയാണ് ഇവിടെ കൊടുക്കുക. 3 മോർ. ഓക്കെ, സംഖ്യകൾ. ദെൻ 8 എത്രയാ? 9നോട് അടുക്കുന്നത് 1 ആണ്. ദെൻ 6 എത്രയാ? 3 6 അല്ലേ. ദെൻ 6 3. ഓക്കെ, ആൻസർ കിട്ടി. അടുത്ത സംഖ്യ നോക്കാം. അപ്പോൾ ഇവിടെ എത്രയാ? 4 ഡിജിറ്റ് ആണ് കിടക്കുന്നത്. ദെൻ ഇവിടെയോ 5 ഡിജിറ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ എത്രയാ? ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് എഴുതാം. 4 8 6 4. ഓക്കെ, ദെൻ ഇവിടെ എത്രയാ? 5 ഡിജിറ്റ് ആണ്, അത് 1 1 9 എത്രയാ കൊടുക്കുക. ദെൻ ഇനി വരുന്ന 4 ഡിജിറ്റുകളായിരിക്കും ഇവിടെ വരുന്നത്. ദെൻ ഓക്കെ, ദെൻ 4 9ലോട് അടുക്കുന്ന 9 അടുക്കാൻ ഇനി എത്ര സംഖ്യകൾ വേണം? എത്രയാ? 5. ദെൻ 8 9 അടുക്കാൻ 8ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. ദെൻ 6 എത്രയാ? 3 ആണ്. ദെൻ 4നോ? ദെൻ 5. ആൻസർ സിമ്പിൾ ആണ്. ഓക്കെ, കിട്ടിയില്ല? സിമ്പിൾ ആണ്. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സിമ്പിളായി ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ആൾ.